ശനിയാഴ്ചയായിരുന്നു. അവൻ്റെ 6ാം പിറന്നാളായിരുന്നു. അവരെയും കൊണ്ട് പുറത്തു പോകാമെന്ന് പറഞ്ഞിരുന്നതിനാൽ നേരത്തെ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. എന്നെയും കാത്ത് വസ്ത്രവും മാറി വാതിലിനടുത്ത് തന്നെ അവനുണ്ടായിരുന്നു. അവരെയും കൊണ്ട് നേരെ പോയത് നെഹ്റു പാർക്കിലേക്കായിരുന്നു. വഴിയിലുടനീളം ഒരുപാട് ചോദ്യങ്ങൾ അവൻ ചോദിച്ചു. ഞാനും അവളും ഉത്തരങ്ങൾ നൽകി. പാർക്കിൽ ആദ്യം പോയത് അക്വേറിയത്തിൽ, പിന്നീട് സീസോയിൽ. പാർക്കിൻ്റെ പിൻഗേറ്റിൽ നിന്നും വാങ്ങിയ 3 പൊതി കപ്പലണ്ടിയുമായി ഞങ്ങളൊരു ബെഞ്ചിലിരുന്നു. ഇതിനിടയിൽ ഏതോ മരക്കൊമ്പിൽ നിന്നൊരു കുരുവി കിടന്നു. ആകാംക്ഷയോടെ അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ അതെന്താ? ഞാനങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ നൽകിക്കൊണ്ട് പറഞ്ഞു, മോനെ അതൊരു കുരുവിയാണ്, കുരുവി. കുരുവി പിന്നെയും കരഞ്ഞു. അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു, അച്ഛാ അതെന്താണ്? പിന്നീട് അതൊരു കളിയായി. അവൻ ചോദിക്കും, ഞാനൊരു ഉമ്മ കൊടുത്ത് ഉത്തരവും നൽകും. 28 തവണ അവൻ ചോദിച്ചു, അതെന്താ അച്ഛാ? 28 തവണയും അവൻ ഉമ്മ കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ അവൻ കുരുവിയാണ്, കുരുവി. ഇന്ന് അവനെ സന്തോഷിപ്പിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമായിരുന്നു. സത്യം, അവൻ്റെ സന്തോഷമില്ലാതെ എന്തിനാണ് ഈ ജീവിതം? നല്ല കാഴ്ചയാണല്ലോ. എന്നെ മനസ്സിലായി. ഞാൻ ഇക്ബാൽ, മുഹമ്മദ് ഇക്ബാൽ. കുറച്ചു നേരത്തെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി. അല്ല രാമേന്ദ്രൻ സാർ, ഓർമ്മയുണ്ട് എന്നെ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഓർമ്മ കാണില്ല. മോന്റെ പപ്പ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന കാലം അദ്ദേഹം സോണൽ മാനേജറായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ കുറച്ചു കാലം ഞാനും അദ്ദേഹത്തിനോട് ജോലി ചെയ്തു. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അന്ന് മോന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് ഇദ്ദേഹം ചേർത്തിരുന്നു. അത് മെച്ചൂർഡായി, ഒരു നല്ല തുകയുണ്ട്. അത് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹത്തിനൊന്ന് കാണുകയും ചെയ്യാമല്ലോ, ആ സൗഹൃദം ഒന്ന് പുതുക്കാൻ. രാമേന്ദ്രൻ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്റെ തിരക്കുകൾ കാരണമാണ്. നിനക്ക് ഓർമ്മ കാണില്ല, നീ അന്ന് കൊച്ചു കുഞ്ഞായിരുന്നു. മോന്റെ മമ്മ റാഹേ നിങ്ങളുമൊത്തുള്ള കാറപകടത്തിൽ മരിച്ചതിൽ പിന്നെ അദ്ദേഹം മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പിന്നെ നിന്നെ കുറിച്ചുള്ള ചില ഓർമ്മകളും നിന്റെ കുസൃതികളും ഒക്കെ പറയുമ്പോൾ ആ മുഖത്ത് ചെറിയൊരു സന്തോഷം കാണുന്നു. എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയാണ്. മക്കൾക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കും ജീവിതാവസാനം വരെ. അവസാനം ആരോഗ്യം ക്ഷയിക്കും, തൊലികൾ ചുളിയും, കണ്ണിന് കാഴ്ച മങ്ങും, ഓർമ്മ നശിക്കും, കൊച്ചു കുഞ്ഞിനെ പോലെയാവും. ചിലപ്പോൾ അവർ ദേഷ്യപ്പെടും, കരയും, കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിക്കും. അതെ, ആ സമയത്ത് അവർ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തന്നെ ആയിരിക്കും. എല്ലാ ആഗ്രഹങ്ങളും നശിച്ച ഒരു പച്ച മനുഷ്യൻ. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ സമയത്ത് അവർ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ്. എല്ലാ വൈകാരികതകളും നഷ്ടപ്പെട്ട ഒരു വലിയ കുഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, ഒന്ന് ചിരിപ്പിക്കുക. പറ്റുമെങ്കിൽ
പറ്റുമെങ്കിൽ അവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക, ചേർത്ത് പിടിക്കുക, അവരെ അംഗീകരിക്കുക. അതുമാത്രമാണ് അലക്സി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കടമ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യുന്ന സേവനങ്ങളാണ് മാനവികതയുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് നാം ചെയ്യുന്ന ക്രിയകളല്ല. പണ്ടൊരു പഴമൊഴി ഉണ്ടായിരുന്നു, പഴുക്കപ്ലാവിന് വീഴുന്നത് കണ്ട് പച്ചപ്ലാവിന് ചിരിക്കല്ലേ എന്ന്. വൈകാതെ നമ്മൾ അവരാകുമ്പോഴും നമുക്ക് കാത്തിരിക്കും. സാർ വരൂ സർ. അതെന്താ? കുരുവികൾ.